ശക്തമായ മഴയിൽ എറണാകുളം കോതമംഗലത്തെ പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞു. മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി, ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടു. ഉരുളൻതണിയിലെ വീടുകളിൽ വെള്ളം കയറി. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇലാഹി നഗറിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ശരൺ എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഒന്ന് ജില്ലയിലെ പൊതുസാഹചര്യം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നമുക്കിപ്പോൾ ഈ പൂയംകുട്ടി പുഴ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറിയ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ചപ്പാത്ത് മുങ്ങിയിട്ടുണ്ട്. വീടിന്റെ മതിലിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ എവിടങ്ങളിലൊക്കെയാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്? മാധു, എറണാകുളം ജില്ലയിലാകെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് ശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, കോതമംഗലം, കുട്ടമ്പുഴ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ പൂയംകുട്ടി പുഴ കരകവിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മണികണ്ഠൻ ചാല് ചപ്പാത്ത് അത് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മണികണ്ഠൻ ചാല് ചപ്പാത്ത് എന്ന് പറയുന്നത് ഈ ആദിവാസി സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള ഏക മാർഗമാണ്. അങ്ങനെ ഈ ആദിവാസി ഊരുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ജങ്കാർ സർവീസ്, പ്ലാവനകിലെ ജങ്കാർ സർവീസ് പൂർണ്ണമായും ഈ വെള്ളം ഉയർന്നതിനെ തുടർന്ന് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. മറ്റിടങ്ങൾ അടക്കം വീടുകൾ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉരുളൻതണ്ണി എന്നുള്ള സ്ഥലത്തെ വീടുകളിലേക്ക് വെള്ളം കയറുകയും പലയിടങ്ങളിലായിട്ട് റോഡുകളിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ സാഹചര്യത്തിന് മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉറിയംപെട്ടി, വെള്ളാരം കുത്ത്, വാര്യം, കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, തേര അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഉരുളൻതണ്ണിയിലെ ഒരു അങ്കണവാടിയുടെ മതിൽ ഇടിഞ്ഞു വീണത്. ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത്. കനത്ത മഴയിൽ ഈ മതിൽ ഇടിഞ്ഞു വീഴുന്നു. ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ടാണ്, അതായത് ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല, ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ള കൂടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്, വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇലാഹിയ നഗറിലെ 6 വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. വീടുകളിലേക്ക് വെള്ളം കയറി സാധനങ്ങൾ നശിച്ചിട്ടുണ്ട്. ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നുള്ളത് കൂടിയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.